ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പ്രഭാത കാഴ്ചകളാണ്. ഇതൊരു രാവിലത്തെ ഔട്ടർ വ്യൂ ആണ്. ചായയെല്ലാം റെഡിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് പുറത്തേക്ക് നോക്കി സുപ്രഭാതം കണ്ടു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് തന്നെ നോക്കി നിൽക്കാനായിട്ട് തോന്നും. അപ്പോൾ പറയും ഇല്ല, എനിക്ക് സമയമില്ല, വേറെ പിന്നാലെ ജോലികളുണ്ടെന്നുള്ള ആ ചിന്ത വരുമ്പോഴത്തേക്കും വായിനോട്ട് അവസാനിപ്പിച്ച് നമ്മുടെ ഡ്യൂട്ടി തുടങ്ങും. അപ്പോൾ കട്ടൻ മാറ്റി വെച്ചു. പിന്നെ ചായ ചേർക്കുകയാണ്. ചായ ചേർത്തു. കുക്കറിൽ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്, വേവിക്കാൻ വച്ചതാണ്. പിന്നെ കട്ടൻ മാറ്റി വെച്ച് പിന്നെ മീൻ വറുക്കാനായിട്ടുള്ള ഉള്ളിയൊക്കെ അത് ചോപ്പറിൽ ഇട്ടെടുത്തു. പിന്നെ വിചാരിച്ചു എന്ത് കറി വയ്ക്കാം, ഒരു പൊട്ടറ്റോ മെഴുക്ക് ആയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ട അറിയാമല്ലോ, സവാള, പൊട്ടറ്റോ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി എണ്ണയിൽ വഴറ്റി അത് നല്ല വെന്ത് വരുമ്പോഴത്തേക്കും ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്താൽ മതി. ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ വെള്ളം ജസ്റ്റ് തളിച്ചാൽ മതി. ഇല്ല, കുഞ്ഞുങ്ങൾക്ക് ഇണയെ കുറച്ച് കുഴഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. പെട്ടെന്നൊക്കെ നമ്മൾ ധൃതിക്ക് നിൽക്കുമ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം ആവും. കാരണം ചീനച്ചട്ടിയിലല്ലേ, നമ്മൾ കുക്കറിലല്ലല്ലോ വേവിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ പൊതിച്ചോറിൽ, ലഞ്ച് ബോക്സിലൊക്കെ എടുക്കാനായിട്ട്. ഒരു മണമാണ് തുറക്കുമ്പോൾ. പിന്നെ ഉള്ളത് ഒരു കിളിമീനല്ല, നവരമീനെന്ന് പറയില്ലേ, അതൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു. അതിൽ ചെറിയ ഉള്ളി, മുളക് പൊടി, ഇഞ്ചി, അതുപോലെ നാരങ്ങ നീര്, ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പുരട്ടി ഞാൻ സാധാരണ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ എവിടെയെങ്കിലും കുറച്ച് നേരം വയ്ക്കും. അത് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും എടുത്ത് വറക്കുകയാണ് ചെയ്യാറ്. പിന്നെ അങ്ങനെയുള്ള ജോലി തിരക്കുകളാണ്. ഈ പൊട്ടറ്റോ നമുക്ക് തോരനായിട്ടും വയ്ക്കാം. ചെറുതായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് സവാളയും ചേർത്തിട്ട് കടുക് വറുത്ത് നമ്മൾ സാധാ തോരനൊക്കെ അരയ്ക്കില്ലേ, വെളുത്തുള്ളിയോ ഉള്ളിയോ ചേർത്തിട്ട് ജീരകം, പിന്നെ തേങ്ങ, വെളുത്തുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഒക്കെ ചതച്ചിട്ട് നമുക്ക് തോരൻ പോലെയും വയ്ക്കാവുന്നതാണ്. പിന്നെ ഇതായി ഏകദേശം പൊട്ടറ്റോ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പിന്നെ അടച്ച് വെച്ച് വേവിച്ചതുകൊണ്ടൊന്ന് കുഴഞ്ഞ രൂപത്തിലാണ് എനിക്ക് കിട്ടിയത്. കുറച്ചുകൂടി നമ്മൾ വെള്ളം കുറച്ച് അവോയ്ഡ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രൈ പോലെ പൊട്ടറ്റോ റെഡിയാക്കാവുന്നതാണ്. പിന്നെ എല്ലാ അമ്മമാർക്കും രാവിലെ ഉള്ളൊരു ടെൻഷനാണല്ലോ, എന്തോ കറിയൊക്കെ. ചിലർ തലേ ദിവസമേ പ്ലാൻ ചെയ്യും, ചിലർ രാവിലെ ആയിരിക്കും അടുക്കളയിൽ വന്നിട്ട് എന്താണോ ഉള്ളത് ആ സാധനങ്ങൾ വെച്ച് മാനേജ് ചെയ്യും. അങ്ങനെ നോക്കിയപ്പോൾ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ. പിന്നെ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ, കറണ്ടുമൊക്കെ പോയി. പിന്നെ നമുക്കിങ്ങനെ അരയ്ക്കണ കറികളൊന്നും അധികം ഇല്ല. ഞാൻ പറഞ്ഞില്ല, പൊട്ടറ്റോയുടെ ആ ഒരു ഇതും മീനിൻ്റെതേ ഉള്ളൂ. മീനിൻ്റെ ഞാൻ ആൾറെഡി ചെയ്തു അത്. പിന്നെ വീണ്ടും ഇങ്ങനെ മഴ നോക്കി നിന്നു. ഏകദേശം ജോലി ആയിട്ടുണ്ട്. ഇനി എനിക്കൊരു രസം കൂടി വെച്ചാൽ മതി. അപ്പോൾ പിന്നെ കറണ്ട് വരണമെന്ന് ഇങ്ങനെ ജസ്റ്റ് വെയിറ്റ് ചെയ്തു. കാരണം മുഴുവൻ മല്ലി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് ഇതെല്ലാം കൂടി ചതച്ച്, പിന്നെ ടൊമാറ്റോ നമ്മൾ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് കടുക് വറുത്ത്, ചെറിയ ഉള്ളി, വറ്റൽമുളകൊക്കെ ഇട്ട് കടുക് വറുത്ത് അതിലേക്ക് ഈ ചതച്ച നമ്മൾ വച്ചിരിക്കുന്നില്ലേ അത് ആഡ് ചെയ്ത് പുളി പിഴിഞ്ഞൊഴിച്ചാണ് രസം റെഡിയാക്കുന്നത്. സൂപ്പറാണ് കേട്ടോ. വയറിനുമൊക്കെ നല്ലതാണ്, നല്ല മണവുമാണ്. ഇത്രയാണ് ഇന്നത്തെ ലഞ്ച്. നിങ്ങൾക്ക് ഈ കോംബോ ഇഷ്ടപ്പെട്ടോ?